Okay, temperature scale. So in the last section we have discussed what is temperature, how temperature concept is developed. So the concept of temperature came from zeroth law of thermodynamics. Zeroth law of thermodynamics എന്ന് പറയുന്ന ലോയിൽ നിന്നാണ് കോൺസെപ്റ്റ് ഓഫ് ടെമ്പറേച്ചർ വരുന്നത്. സോ ടെമ്പറേച്ചർ നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് വി നീഡ് എ തെർമോമെട്രിക് പ്രോപ്പർട്ടി. വാട്ട് ഈസ് തെർമോമെട്രിക് പ്രോപ്പർട്ടി നമ്മൾ ഡിസ്കസ് ചെയ്യും. വാട്ട് ഈസ് തെർമോമെട്രിക് പ്രോപ്പർട്ടി? ടെമ്പറേച്ചറിനെ ക്വാണ്ടിറ്റേറ്റീവ് ചെയ്യാൻ വേണ്ടിയിട്ട് we need to fix a property which varies with the temperature. ടെമ്പറേച്ചറിൻ്റെ വേരിയേഷൻ അനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നൊരു പ്രോപ്പർട്ടി നമ്മൾ ഫിക്സ് ചെയ്യുന്നു. ദെൻ ബേസ്ഡ് ഓൺ ദ ചേഞ്ച് ഇൻ ദാറ്റ് പ്രോപ്പർട്ടി വി നീഡ് ടു കാലിബ്രേറ്റ് ദി ടെമ്പറേച്ചർ. അതായത് കോൺസ്റ്റൻറ്റ് പ്രഷർ ആണെങ്കിൽ അവിടെ ചേഞ്ച് ചെയ്യുന്ന വോളിയം. അപ്പോൾ വോളിയത്തിൻ്റെ ചേഞ്ചിനെ ബേസ് ചെയ്ത് നമ്മൾ ടെമ്പറേച്ചറിൻ്റെ കാലിബ്രേറ്റ് ചെയ്യും. കോൺസ്റ്റൻറ്റ് വോളിയം ആണെന്നുണ്ടെങ്കിൽ അവിടെ ചേഞ്ച് ഇൻ പ്രോപ്പർട്ടി പ്രഷറാണ്. അപ്പോൾ പ്രഷറിൻ്റെ വേരിയേഷനെ ബേസ് ചെയ്ത് നമ്മൾ വി നീഡ് ടു കാലിബ്രേറ്റ് ടെമ്പറേച്ചർ, റൈറ്റ്? സോ അതുപോലെ തന്നെ റെസിസ്റ്റൻസ് തെർമോമീറ്റർ പഠിച്ചു, ദെൻ മെർക്കുറി ഇൻ ഗ്ലാസ് തെർമോമീറ്റർ പഠിച്ചു, തെർമോ കപ്പിൾ പഠിച്ചു. ഇതിനകത്ത് എല്ലാം വാട്ട് ഇസ് തെർമോമെട്രിക് പ്രോപ്പർട്ടി എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ക്ലിയർ ആണോ? അത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ? ഈസ് ഇറ്റ് ക്ലിയർ? സോ ടെമ്പറേച്ചർ സ്കെയിൽ എന്ന് പറയുമ്പോഴത്തേന് ഏതൊരു ടെമ്പറേച്ചർ സ്കെയിലെടുത്താലും വാട്ട് എവർ ദ ടെമ്പറേച്ചർ സ്കെയിൽ വി ആർ ടേക്കിംഗ് ദർ ആർ ടു ഫിക്സഡ് പോയിന്റ്. രണ്ട് ഫിക്സഡ് പോയിന്റ്സ് എന്തായാലും ഉണ്ടായിരിക്കും. ദ ഫസ്റ്റ് ഫിക്സഡ് പോയിന്റ് ഈസ് ഫ്രീസിങ് പോയിന്റ് ഓർ ഇറ്റ് ഈസ് കോൾഡ് ഐസ് പോയിന്റ്. എന്താണ് വാട്ട് ഈസ് ഫ്രീസിങ് പോയിന്റ് ഓർ ഐസ് പോയിന്റ്? വാട്ട് ഈസ് ഫ്രീസിങ് പോയിന്റ് ഓർ ഐസ് പോയിന്റ്? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ പറ. ഞാൻ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാതെ ഫ്രീസിങ് പോയിൻ്റൊക്കെ നിങ്ങൾ 8th സ്റ്റാൻഡേർഡ് മുതലേ കേൾക്കുന്നതാണ്. സോ വാട്ട് ഈസ് ദ ഫ്രീസിങ് പോയിന്റ് ഓർ ഐസ് പോയിന്റ്? വാട്ടർ സോൾഡ് ആവുന്നപ്പോൾ വാട്ടർ സോൾഡ്, അത് നമുക്ക് അങ്ങനെ പറയാം. പക്ഷെ കുറച്ച് ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ എന്ത് പറയാം? ഫ്രീസിങ് പോയിന്റ് is a point at a mixture of water and ice are in equilibrium, അല്ലേ? with vapor at 1 atmosphere. ഫ്രീസിങ് പോയിൻ്റ് പ്രത്യേകത 0 ഡിഗ്രി സെൽഷ്യസ് ആണ് ഐസിൻ്റെ വാട്ടറിൻ്റെ ഫ്രീസിങ് പോയിൻ്റ്. ആ 0 ഡിഗ്രി സെൽഷ്യസിൽ ഏതൊക്കെ ഫേസ് കാണും? 0 ഡിഗ്രി സെൽഷ്യസ് ഏതൊക്കെ ഫേസ് കാണും? കംപ്ലീറ്റ്ലി ഐസ് ആയിരിക്കുമോ? 0 ഡിഗ്രി സെൽഷ്യസിലാ കംപ്ലീറ്റ്ലി ഐസ് ആയിരിക്കുമോ? അല്ല, ഐസ് കാണും. പിന്നെന്താണ്? പ്ലസ് ഐസ് പ്ലസ് വാട്ടർ മിക്സ്ചർ ആയിരിക്കും. ഇതെന്തുമായിരിക്കും? ഈക്വിലിബ്രിയത്തിലായിരിക്കും വിത്ത് എന്തുമായിട്ട്? വേപ്പർ, അല്ലേ? അപ്പോൾ 1 അറ്റ്മോസ്ഫിയർ പ്രഷർ ആയിരിക്കും അവിടുത്തെ. 1 അറ്റ്മോസ്ഫിയർ പ്രഷർ ആണെങ്കിൽ മാത്രമേ എന്ത് ഫ്രീസിങ് പോയിന്റ് 0 ഡിഗ്രി സെൽഷ്യസ് ആവത്തുള്ളൂ. ആണോ? പ്രഷർ ചേഞ്ച് ചെയ്യുന്ന അനുസരിച്ച് നമ്മുടെ മെൽറ്റിംഗ് പോയിന്റും ഫ്രീസിങ് പോയിന്റും എല്ലാം ചേഞ്ച് ചെയ്യത്തില്ലേ? പ്രഷർ കുറയുന്നതും കൂടുന്നതനുസരിച്ച് വിത്ത് ചേഞ്ച് ഇൻ പ്രഷർ അവർ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ഫ്രീസിങ് പോയിന്റ് ആൾസോ ചേഞ്ചസ്. സോ 1 അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ മാത്രമേ 0 ഡിഗ്രി സെൽഷ്യസ് വരത്തുള്ളൂ. അപ്പോൾ ഫ്രീസിങ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ് എ മിക്സ്ചർ ഓഫ് വാട്ടർ ആൻഡ് ഐസ് ആർ ഇൻ ഇക്വിലിബ്രിയം വിത്ത് വേപ്പർ അറ്റ് 1 അറ്റ്മോസ്ഫിയർ ആണല്ലോ. അപ്പോൾ നിങ്ങൾ തണുത്താണെന്ന് പറഞ്ഞ് ബോയിലിംഗ് പോയിന്റ് അല്ലെങ്കിൽ സ്റ്റീം പോയിന്റ് എന്ന് വെച്ചാൽ എന്തുമായിരിക്കും? ബോയിലിംഗ് പോയിന്റ് അല്ലെങ്കിൽ സ്റ്റീം പോയിന്റ് എന്തുമായിരിക്കും? ബോയിലിംഗ് പോയിന്റ് അല്ലെങ്കിൽ സ്റ്റീം പോയിന്റ് എന്തുമായിരിക്കും? ലിക്വിഡ് വേപ്പറിലോട്ടുള്ള മിക്സ്ചർ ഓഫ് ലിക്വിഡ് വാട്ടർ പ്ലസ് എന്താണ്? വേപ്പർ വാട്ടർ ഇൻ ഇക്വിലിബ്രിയം at
1 അറ്റ്മോസ്ഫിയർ. 1 അറ്റ്മോസ്ഫിയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 1 അറ്റ്മോസ്ഫിയർ മാത്രമേ നമുക്ക് നോർമൽ വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് എത്ര? നോർമൽ വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് എത്ര? നോർമൽ വാട്ടറിൻ്റെ 100 ഡിഗ്രി സെൽഷ്യസ്. സെൽഷ്യസ് സ്കെയിലിനകത്ത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ പ്രഷർ കൂടിക്കഴിഞ്ഞാൽ ബോയിലിംഗ് പോയിന്റ് 100 ആയിരിക്കുമോ? പ്രഷർ കൂടിക്കഴിഞ്ഞാൽ ബോയിലിംഗ് പോയിന്റ് എന്ത് സംഭവിക്കും? വാട്ട് ഹാപ്പൻ ടു ദ ബോയിലിംഗ് പോയിന്റ്? പ്രഷർ കൂടും. അതെ. അപ്പോൾ അത് ആ ഒരു സംഭവം നമുക്ക് പ്രഷറിൻ്റെ വേരിയേഷൻ അനുസരിച്ച് ടെമ്പറേച്ചർ, ബോയിലിംഗ് പോയിന്റ്, മെൽറ്റിംഗ് പോയിൻറ്റിൻ്റെ എല്ലാം ടെമ്പറേച്ചർ വേരിയേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ 1 അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്ന പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സ്റ്റീം പോയിന്റ് അല്ലെങ്കിൽ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുമ്പോഴത്തേന് ലിക്വിഡ് വാട്ടറും വേപ്പർ വാട്ടറും ഇക്വിലിബ്രിയത്തിലാണ് അറ്റ് 1 അറ്റ്മോസ്ഫിയർ പ്രഷർ. ഫ്രീസിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഐസ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസ് ആൻഡ് വാട്ടർ ആർ ഇൻ ഇക്വിലിബ്രിയം അറ്റ് 1 അറ്റ്മോസ്ഫിയർ പ്രഷർ. ക്ലിയർ ആണോ? ഇപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്കെയിൽസ് ഉണ്ട്. എന്തൊക്കെ സ്കെയിലാണ്? സെൽഷ്യസ് സ്കെയിലാണ് നമ്മൾ സാധാരണ പറയുന്നത് അല്ലേ? സാധാരണ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കുന്ന സ്കെയിൽ എന്താണ്? ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കുന്ന സ്കെയിൽ എന്താണ്? ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കുന്ന സ്കെയിൽ എന്ത്? സെൽഷ്യസ്, ഫാരൻഹീറ്റ് ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സെൽഷ്യസ് നോക്കാം. സെൽഷ്യസ് എന്ന് പറയുമ്പോൾ ഐസ് പോയിന്റ് എന്ന് പറയുമ്പോൾ എത്ര ഡിഗ്രിയാണ്? ഐസ് പോയിന്റ് എത്ര? 0 ഡിഗ്രി സെൽഷ്യസ് ആണോ? ഐസ് പോയിന്റ് 0 ഡിഗ്രി സെൽഷ്യസ്. സ്റ്റീം പോയിന്റോ? വാട്ട് ഇസ് സ്റ്റീം പോയിന്റ് ഇൻ സെൽഷ്യസ് സ്കെയിൽ? 100 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ഇവ തമ്മിൽ ബിറ്റ്വീൻ ഐസ് പോയിന്റ് ആൻഡ് സ്റ്റീം പോയിന്റ് ഹൗ മെനി ഡിവിഷൻസ് ആർ ദർ? 100 ഡിവിഷൻസ് അല്ലേ? 0 ഡിഗ്രി, 1 ഡിഗ്രി, 2 ഡിഗ്രി, 3 ഡിഗ്രി, അങ്ങനെ അല്ലേ പോകുന്നത്? ആണോ അല്ലേ? അങ്ങനെ അല്ലേ പോകുന്നത്? ഓക്കെ. അടുത്ത നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വേറൊരു സ്കെയിലാണ് എന്ത്? നിങ്ങൾ പറഞ്ഞാണ് എന്താണ്? ഞാൻ പറയുന്നത് ക്ലിയർ ആണോ? ഇസ് ഇറ്റ് ക്ലിയർ ഫോർ യു? ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഐസ് പോയിന്റ് അല്ലെങ്കിൽ ഫ്രീസിംഗ് പോയിന്റ് എന്താണ്, ബോയിലിംഗ് പോയിന്റ് അല്ലെങ്കിൽ സ്റ്റീം പോയിന്റ് എന്താണ്, ആ കാര്യങ്ങൾ പറഞ്ഞു. അത്രയും ക്ലിയർ ആണല്ലോ? ഇസ് ഇറ്റ് ക്ലിയർ ഫോർ യു? ഈ ഫ്രീസിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും രണ്ടും ഈ 1 അറ്റ്മോസ്ഫിയർ പ്രഷറിൽ ഈക്വിലിബ്രിയത്തിലല്ലേ? അതെ. 1 അറ്റ്മോസ്ഫിയർ പ്രഷറാണ് നമ്മൾ സ്റ്റാൻഡേർഡ്. ഇപ്പം നമ്മളൊരു വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് വെച്ചാൽ നമുക്ക് പ്രഷർ അനുസരിച്ച് ചേഞ്ച് ചെയ്യും. അപ്പം നമ്മളൊരു സ്റ്റാൻഡേർഡ് ഇപ്പം നമ്മൾ വാട്ട് ഈസ് എ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ 1 അറ്റ്മോസ്ഫിയറിലുള്ള ബോയിലിംഗ് പോയിന്റ് അല്ലേ പറയുന്നത്? ആണോ? ഈ 100 ഡിഗ്രി സെൽഷ്യസ് നമ്മൾ പറയുന്നത് എത്ര പ്രഷറിനെ ബേസ് ചെയ്തിട്ടാണ്? 1 അറ്റ്മോസ്ഫിയർ പ്രഷറിന്. പ്രഷർ ചേഞ്ച് ചെയ്യുമ്പോൾ ബോയിലിംഗ് പോയിന്റ് ചേഞ്ച് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എടുത്ത് പറയുന്നത് ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുമ്പോഴത്തേന് 1 അറ്റ്മോസ്ഫിയർ പ്രഷറിന് ലിക്വിഡും വേപ്പറും ആയിട്ടുള്ള ഇക്വിലിബ്രിയം മിക്സ്ചർ ആ പോയിന്റിൽ പറയുന്നവരാണ് ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുമ്പോഴത്തേന്. ആ ഒരു 1 അറ്റ്മോസ്ഫിയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കാരണം പ്രഷർ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ ആ ബോയിലിംഗ് പോയിന്റ് ചേഞ്ച് ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് ആ 1 അറ്റ്മോസ്ഫിയർ കണ്ടീഷൻ എടുത്ത് തന്നെ പറയുന്നത്. ഓക്കെ. അപ്പോൾ സെൽഷ്യസ് സ്കെയിൽ എന്ന് പറയുമ്പോൾ നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന 2 ടൈപ്സ് ഓഫ് സ്കെയിൽസ് ആണ്, സെൽഷ്യസ് സ്കെയിൽ ആൻഡ് ഫാരൻഹീറ്റ് സ്കെയിൽ. സോ സെൽഷ്യസ് സ്കെയിൽ, the ice point is 0 degrees Celsius and steam point is 100 degrees Celsius. There are 100 divisions between ice point and steam point. Is it clear? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? അടുത്ത നമ്മൾ ഫാരൻഹീറ്റ് സ്കെയിൽ. അപ്പോൾ ഫാരൻഹീറ്റ് സ്കെയിലിലെ ഐസ് പോയിന്റ് എത്രയാണ്? ഫാരൻഹീറ്റ് സ്കെയിലിലെ ഐസ് പോയിന്റ് എത്രയാണ്? നമ്മൾ സ്ഥിരം പറയുന്നതാ, ഒന്ന് പറയാം ആർക്കെങ്കിലും. ഡിഗ്രി ഫാരൻഹീറ്റ്. സെൽഷ്യസ് സ്കെയില് 32 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. അതായത് സെൽഷ്യസ് സ്കെയിലിലെ സ്റ്റാർട്ടിംഗ് പോയിന്റ് 0 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ, പക്ഷേ
Fahrenheit scale starting point, that is ice point, is 32 degree Fahrenheit ആണ്. അതായത് 32 ഡിഗ്രി ഫാരൻഹീറ്റിലാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് തുടങ്ങുന്നത്. ഫാരൻഹീറ്റിലെ ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഐസ് പോയിന്റ് എന്താണ്? ലോവർ മോസ്റ്റ് പോയിന്റ് എന്താണ്? 32 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. അപ്പോൾ ഇവ തമ്മിൽ 180 ഡിവിഷൻസ് ഉണ്ട്. സ്റ്റീം പോയിന്റും ഐസ് പോയിന്റും തമ്മിൽ 180 ഡിവിഷൻസ് ഉണ്ട്. അപ്പോൾ സ്റ്റീം പോയിന്റ് എത്ര ആയിരിക്കും? വാട്ട് വിൽ ബി ദ സ്റ്റീം പോയിന്റ്? എത്ര ആയിരിക്കും? വാട്ട് വിൽ ബി ദ സ്റ്റീം പോയിന്റ്? 212 ഡിഗ്രി ഫാരൻഹീറ്റ് ആയിരിക്കും. സോ ഫാരൻഹീറ്റിനകത്ത് ഐസ് പോയിന്റ് ഈസ് 32 ഡിഗ്രി ഫാരൻഹീറ്റ് ആൻഡ് ദർ ആർ 180 ഡിവിഷൻസ് ബിറ്റ്വീൻ ദ ഐസ് പോയിന്റ് ആൻഡ് ദ സ്റ്റീം പോയിന്റ്. ദെർഫോർ ദ സ്റ്റീം പോയിന്റ് ഈസ് 32 + 180 212 ഡിഗ്രി ഫാരൻഹീറ്റ്. ക്ലിയർ ആണോ? അപ്പോൾ 2 ടൈപ്പ് നമ്മൾ ടെമ്പറേച്ചർ സ്കെയിലിനകത്ത് 2 ടൈപ്പ് സ്കെയിൽസ് പഠിച്ചു. സെൽഷ്യസ് സ്കെയിൽ, ഫാരൻഹീറ്റ് സ്കെയിൽ. സോ വാട്ട് ആർ ദി ഐസ് പോയിന്റ് ആൻഡ് സ്റ്റീം പോയിന്റ്സ് ഓഫ് ദി ബോത്ത് സ്കെയിൽ നമ്മൾ പഠിച്ചു. ഇത്രയും മാത്രം ഓർത്തിരിക്കുക. ഡിഗ്രി സെൽഷ്യസിൻ്റെ ഐസ് പോയിന്റ് 0 ഡിഗ്രി സെൽഷ്യസ് ആണ് ഓർത്തിരിക്കുക. ഫാരൻഹീറ്റിൻ്റെ ഐസ് പോയിന്റ് 32 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് ഓർത്തിരിക്കുക. അത്ര വി നീഡ് ടു റിമെമ്പർ ദാറ്റ് ഓൺലി. നെക്സ്റ്റ് വി നീഡ് ടു റിമെമ്പർ ഈസ് how many number of divisions are there in each scale. Celsius scale at 100 divisions ഉണ്ട്. So 0 + 100 gives 100 degree Celsius is the steam point. Fahrenheit scale at 180 degree division, 180 divisions ഉണ്ട്. So lower division 32 plus 180 gives 212. So 212 degree Fahrenheit is the steam point. ക്ലിയർ ആയല്ലോ? ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിനകത്തോട്ട് നോട്ട് ചെയ്തോ? ഓക്കെ. നെക്സ്റ്റ് ഹെഡിങ് എഴുതിക്കോ, തെർമോഡൈനാമിക്സ് ടെമ്പറേച്ചർ സ്കെയിൽ. നെക്സ്റ്റ് ഹെഡിങ് തെർമോഡൈനാമിക് ടെമ്പറേച്ചർ സ്കെയിൽ. So, what is thermodynamic temperature scale? Thermodynamic temperature scale എന്ന് പറയുമ്പോഴത്തേന് the temperature scale that is independent of property of any substance. That is ടെമ്പറേച്ചർ സ്കെയിൽ ദാറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് പ്രോപ്പർട്ടി ഓഫ് എനി സബ്സ്റ്റൻസ്. നമുക്ക് നമ്മുടെ ഈ പറഞ്ഞ നമ്മുടെ ഒരു സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസിൻ്റെ പ്രോപ്പർട്ടി ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ തെർമോഡൈനാമിക് സ്കെയിലിന് അതുള്ള വേരിയേഷൻസ് ഒന്നും ഉണ്ടാകത്തില്ല. ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി പ്രോപ്പർട്ടി ഓഫ് സബ്സ്റ്റൻസ്. അങ്ങനെയുള്ള സ്കെയിൽസിനെ പറയുന്ന പേരാണ് തെർമോഡൈനാമിക് ടെമ്പറേച്ചർ സ്കെയിൽ. അങ്ങനെയുള്ള 2 സ്കെയിൽസാണ് നമുക്ക് സാധാരണയായിട്ട് യൂസ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ കെൽവിൻ സ്കെയിൽ. Second one, Rankine scale. റാങ്കിൻ സ്കെയിലിന് വേറൊരു പേരുണ്ട്, കോൺസ്റ്റൻറ്റ് വോളിയം ഗ്യാസ് തെർമോമീറ്റർ. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ? അപ്പോൾ തെർമോഡൈനാമിക് ടെമ്പറേച്ചർ സ്കെയിൽ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി പ്രോപ്പർട്ടി ഓഫ് എ സബ്സ്റ്റൻസ്. ആൻഡ് എക്സാമ്പിൾ ഇസ് കെൽവിൻ സ്കെയിൽ ആൻഡ് റാങ്കിൻ സ്കെയിൽ. റാങ്കിൻ സ്കെയിലിന് വേറൊരു പേരുണ്ട്, കോൺസ്റ്റൻറ്റ് വോളിയം ഗ്യാസ് തെർമോമീറ്റർ. ഓക്കെ, കോൺസ്റ്റൻറ്റ് വോളിയം ഗ്യാസ് തെർമോമീറ്റർ. ഓക്കെ, ഓക്കെ ആണോ? ഇനി നമുക്ക്
പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? ഇസ് ഇറ്റ് ക്ലിയർ? ഞാൻ വളരെ സ്ലോയിലാണ് പോകുന്നത്, കാരണം ഈ ടെമ്പറേച്ചർ സ്കെയിലിനകത്തുനിന്ന് ഇത്രയും സ്ലോയിൽ പോകാൻ കാരണം ഇത് വളരെ എളുപ്പമുള്ള ടോപ്പിക്കാണ്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇത് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി നമുക്കത് മനസ്സിലാക്കിയില്ലെങ്കിൽ ഇങ്ങനെ നമ്മളത് ബൈഹേർട്ട് എഴുതേണ്ട ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഇത് കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. അതുകൊണ്ടാണ് ഇത്രയും മുറിച്ച് സിംപ്ലിഫൈ ചെയ്ത് പറയുന്നത്. ഇപ്പം നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സംതിങ് ഇങ്ങനെ കണക്ഷൻ ഇല്ലാതെ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് മനസ്സിലായി ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ സ്കെയിൽ പറഞ്ഞു, ടെമ്പറേച്ചർ സ്കെയിലിൻ്റെ 2 പോയിൻറ്റ്സ് പറഞ്ഞു. ഐസ് പോയിൻറ്റ്, ബോയിലിംഗ് പോയിൻറ്റ്, എന്താണ് ഐസ് പോയിൻറ്റ്, എന്താണ് ബോയിലിംഗ് പോയിൻറ്റ്. അതിനുശേഷം 2 സ്കെയിൽസ് പറഞ്ഞു, സെൽഷ്യസ് സ്കെയിൽ ആൻഡ് ഫാരൻഹീറ്റ് സ്കെയിൽ. What are the lowermost point and uppermost point in Celsius scale and Fahrenheit scale പറഞ്ഞു. Then പറഞ്ഞു thermodynamic temperature scale ആണ്. 2 type of thermodynamic temperature scales പറഞ്ഞു, Kelvin scale and Rankine scale. Rankine scale വേറൊരു പേരാണ് constant volume gas thermometer. ഓക്കെ, ഇതുപോലെ തന്നെ കെൽവിൻ സ്കെയിൽ, നമ്മൾ കെൽവിൻ സ്കെയിലും റാങ്കിൻ സ്കെയിലും എടുക്കുമ്പോഴത്തേന് കെൽവിൻ സ്കെയിലിലെ ലോവർ മോസ്റ്റ് പോയിന്റ്, കെൽവിൻ സ്കെയിലിലെ ലോവർ മോസ്റ്റ് പോയിന്റ് ഐസ് പോയിന്റ് എത്രയാണ് ഐസ് പോയിന്റ്? നമ്മൾ സെൽഷ്യസിനെ കെൽവിനിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തോ ആഡ് ചെയ്യുന്നത്? സെൽഷ്യസിനെ കെൽവിനിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തോ ആഡ് ചെയ്യുന്നത്? 273. ഓക്കെ, അപ്പോൾ നമ്മൾ കെൽവിൻ സ്കെയിലിൽ ഐസ് പോയിന്റ് 273 ആണ്. 273 കെൽവിൻ ആണ്. ഓക്കെ, മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുമ്പോഴത്തേന് ഇതിനകത്ത് നമ്മുടെ ഡിഗ്രി സെൽഷ്യസ് സ്കെയിലിനെ പോലെ തന്നെ 100 ഡിവിഷൻസ് ആണുള്ളത്. ഇതിപ്പോൾ മെൽറ്റിംഗ് പോയിന്റ് എത്ര ആയിരിക്കും? മെൽറ്റിംഗ് പോയിന്റ് എത്ര ആയിരിക്കും? 100 ഡിവിഷൻസ് ആണ് ഇത് കെൽവിൻ സ്കെയിലുള്ളത്. സോ വാട്ട് വിൽ ബി ദ മെൽറ്റിംഗ് പോയിന്റ്? ഐസ് പോയിന്റ് 273 ആണ്. 100 ഡിവിഷൻസ് ഉണ്ടെങ്കിൽ വാട്ട് വിൽ ബി ദ മെൽറ്റിംഗ് പോയിന്റ്? മെൽറ്റിംഗ് പോയിന്റ് തന്നെയല്ല ഐസ് പോയിന്റ്. സോറി, ബോയിലിംഗ് പോയിന്റ്. സോ വാട്ട് വിൽ ബി ദ ബോയിലിംഗ് പോയിന്റ്? ബോയിലിംഗ് പോയിന്റ് എത്ര ആയിരിക്കും? 373 കെൽവിൻ. ഓക്കെ, അപ്പോൾ അത് അറിഞ്ഞിരിക്കുക. അതുപോലെ റാങ്കിൻ സ്കെയിൽ നോക്കുവാണെങ്കിൽ റാങ്കിൻ സ്കെയിൽ നമ്മൾ അധികം ഉപയോഗിക്കത്തേ ഇല്ല കേട്ടോ. നമുക്ക് റാങ്കിൻ സ്കെയിലൊക്കെ കോൺസ്റ്റന്റ് വോളിയം ഗ്യാസ് തെർമോമീറ്റർ ആണ്. പക്ഷെ നമുക്ക് ഇവിടെ ജസ്റ്റ് അറിഞ്ഞിരിക്കുക റാങ്കിൻ സ്കെയിലിൽ ഐസ് പോയിന്റ് എന്ന് പറയുമ്പോഴത്തേന് 491.67 ആണ്. 491.67 ആണ്. നമ്പർ ഓഫ് ഡിവിഷൻസ് 180 ആണ്. അപ്പോൾ എത്ര വരും ബോയിലിംഗ് പോയിന്റ്? എത്ര വരും? 491.67 പ്ലസ് 180. അപ്പോൾ 67 ഇവിടെ വരും. 1987 റിമൈൻഡർ 1. 4 + 1 5, 5 + 1 6. അപ്പോൾ എന്ത് വരും? 671.67 വരും. മനസ്സിലായോ? അപ്പം 4 ടൈപ്പ് ഓഫ് സ്കെയിൽസിൽ നമുക്ക് അതിൻ്റെ മിനിമം പോയിൻറ്റും മാക്സിമം പോയിൻറ്റും നമുക്ക് അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പം നമ്മളൊന്ന് പറഞ്ഞേക്ക് ഡിഗ്രി സെൽഷ്യസ് സ്കെയിലിന് 0 ഡിഗ്രി സെൽഷ്യസും 100 ഡിഗ്രി സെൽഷ്യസും വരുന്നത്. ഫാരൻഹീറ്റ് ആണ് അപ്പം 32, പിന്നെ എത്ര ആണ്? 32. നമ്പർ ഓഫ് ഡിവിഷൻസ് ഓർത്തിരുന്നാലും മതി. 32 ആണ് മിനിമം. ദി നമ്പർ ഓഫ് ഡിവിഷൻസ് എത്ര ഫാരൻഹീറ്റിനകത്ത്? നമ്പർ ഓഫ് ഡിവിഷൻസ് എത്രയാണ് ഫാരൻഹീറ്റിനകത്ത്? ഈ ഹൗ മെനി നമ്പർ ഓഫ് ഡിവിഷൻസ് ആർ ദെയർ ഇൻ ഫാരൻഹീറ്റ് സ്കെയിൽ? 32 is the minimum value. How many number of divisions are there? എത്ര ഡിവിഷൻസ് ഉണ്ട് ഫാരൻഹീറ്റിനകത്ത്? 180. അതെ, 180 സെൽഷ്യസ് ഫാരൻഹീറ്റ്, ഡിഗ്രി ഫാരൻഹീറ്റ്.
കെൽവിൻ, റാങ്കിൻ. ഓക്കെ, ഇവിടുത്തെ സ്റ്റാർട്ടിങ് പോയിന്റ് 0 അല്ലേ, 100 ഡിവിഷൻസ് ആണോ. ഹയർ പോയിന്റ് 100 ഡിഗ്രി സെൽഷ്യസ്. ഇവിടുത്തെ സ്റ്റാർട്ടിംഗ് പോയിന്റ് 32, 180 ഡിവിഷൻസ്. അപ്പോൾ ഇവിടുത്തെ എത്ര? 212. ഇവിടുത്തെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എത്ര? കെൽവിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എത്ര? വാട്ട് ഈസ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്, മെൽറ്റിംഗ് പോയിന്റ് അറ്റ് കെൽവിൻ? എത്രയാണ് കെൽവിനിലെ? കെൽവിന് 273. How many divisions are there? 100. So 373 is here. 491.67. അപ്പോൾ ഇവിടെ എത്ര ആയിരിക്കും? What is the number of divisions here? What is the number of divisions here? 180. So എവിടെ എത്ര ആയിരിക്കും വരുന്നത്? ആണോ? അപ്പം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്കെയിലുകൾ തമ്മിൽ കൺവേർട്ട് ചെയ്യണം. സ്കെയിലുകൾ തമ്മിൽ കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെങ്ങനെ ടെമ്പറേച്ചർ കൺവേർഷൻ ചെയ്യണം. ടെമ്പറേച്ചർ കൺവേർഷൻ നമുക്ക് ചിലപ്പം സെൽഷ്യസിനെ ഫാരൻഹീറ്റ് ആക്കണം, അല്ലെങ്കിൽ സെൽഷ്യസിനെ കെൽവിൻ ആക്കണം, അല്ലെങ്കിൽ സെൽഷ്യസിനെ റാങ്കിൻ ആക്കണം, അല്ലെങ്കിൽ കെൽവിനെ റാങ്കിൻ ആക്കണം, അല്ലെങ്കിൽ കെൽവിനെ ഫാരൻഹീറ്റ് ആക്കണം. അപ്പം നമുക്ക് എങ്ങനെ പല രീതിയിൽ നമുക്കിതിനെ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെയാണ് കൺവേർഷൻ ഫോമുല ഇത് നമുക്കൊന്ന് നോക്കാം. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? എങ്ങനെയാണ് നമ്മൾ ടെമ്പറേച്ചർ കൺവേർഷൻ സ്കെയിൽ ഇത് നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പ്ലസ് കെൽവിൻ ആക്കണമെങ്കിൽ +273 ഇന്ന് ചെയ്യത്തില്ലേ? +273 ചെയ്യത്തില്ലേ? എങ്ങനെ നമുക്ക് വന്നതെന്ന് നോക്കാം. അതെങ്ങനെയാണ് വന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിന് ഷോർട്ട് കട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എഴുതേണ്ടത് ഷോർട്ട് കട്ട് ഉണ്ട്. ഈ ഷോർട്ട് കട്ട് ഒന്നും ഒരു ടെക്സ്റ്റ് ബുക്കിലും കാണത്തില്ല കേട്ടോ. ഞാനിത് നിങ്ങൾക്ക് പറഞ്ഞു തരുക. ടെക്സ്റ്റ് ബുക്കിനകത്ത് ഡയറക്റ്റ് ഇന്ന് ഫൈനൽ ഫോമിൽ മാത്രമേ കാണത്തുള്ളൂ. പക്ഷേ നമ്മളിതിൻ്റെ ഫൈനൽ ഫോമിലൊന്നും പഠിക്കുന്നില്ല. നമ്മളൊരു ഷോർട്ട് കട്ട് പഠിക്കാൻ പോവാം. ഓക്കെ, ഈ ഷോർട്ട് കട്ട് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമേ സ്കെയിൽ ചെയ്യണം. ഫസ്റ്റ് റൈറ്റ് സ്കെയിൽ മൈനസ് സ്കെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഗ്രി ആണെങ്കിൽ സി കൊടുക്കുക, ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ സി കൊടുക്കുക, ഫാരൻഹീറ്റ് ആണെങ്കിൽ എഫ് കൊടുക്കുക, കെൽവിൻ സ്കെയിൽ ആണെങ്കിൽ കെ കൊടുക്കുക, റാങ്കിൻ ആണെങ്കിൽ 6 കൊടുക്കുക. എന്നിട്ട് അതിനകത്തോട്ട് മൈനസ് കൊടുക്കുക. മൈനസ് ഫ്രീസിങ് പോയിന്റ് കൊടുക്കുക, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡിവിഷൻസ് കൊടുക്കുക. എന്തോ ചെയ്യേണ്ടത്? ഷോർട്ട് കട്ട് എന്താണ്? ഫസ്റ്റ് നമ്മൾ എന്തോ എഴുതുക? ഫസ്റ്റ് നമ്മൾ എന്താണ് എഴുതേണ്ടത് ഒന്ന് പറഞ്ഞ്. ഷോർട്ട് കട്ട് ഫസ്റ്റ് നമ്മൾ എന്ത് എഴുതേണ്ടത്? സ്കെയിൽ എഴുതുക. ഓക്കെ, സ്കെയിൽ എഴുതുമ്പോൾ ഡിഗ്രി ആണെങ്കിൽ സി കൊടുക്കുക, കെൽവിൻ ആണെങ്കിൽ കെ കൊടുക്കുക, ഫാരൻഹീറ്റ് ആണെങ്കിൽ എഫ് കൊടുക്കുക, റാങ്കിൻ ആണെങ്കിൽ 6 കൊടുക്കുക. അതിനകത്തുനിന്ന് എന്ത് സബ്ട്രാക്ട് ചെയ്യണം? അതിനകത്തുനിന്ന് എന്ത് സബ്ട്രാക്ട് ചെയ്യണം? ഫ്രീസിംഗ് പോയിന്റ് സബ്ട്രാക്ട് ചെയ്യണം. ദെൻ ഇറ്റ് ഷുഡ് ബി ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡിവിഷൻസ്. അപ്പോൾ അത് ഫോർമുല നമ്മളൊന്ന് ഓരോ സ്കെയിലിനും ആ ഫോർമുല ഒന്ന് എഴുതിക്കേ. ഫസ്റ്റ് വൺ നമ്മുടെ സെൽഷ്യസ് വരുവാണെങ്കിൽ സ്കെയിൽ എന്തുവാ? സി അല്ലേ? മൈനസ് ഫ്രീസിംഗ് പോയിന്റ് എത്ര? ഫ്രീസിംഗ് പോയിന്റ് എത്ര സെൽഷ്യസിൻ്റെ? ഫ്രീസിംഗ് പോയിന്റ് എത്ര? 0 ഡിഗ്രി. 0 ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഡിവിഷൻസ് എത്ര? നമ്പർ ഓഫ് ഡിവിഷൻസ് എത്ര? 100. അടുത്ത് ഈക്വൽ ടു. ഇനി അടുത്ത ഏത് സ്കെയിലാണ്? ഫാരൻഹീറ്റിൻ്റെ സ്കെയിൽ എന്തുവാ? വാട്ട് ഈസ് ദ സ്കെയിൽ ഓഫ് ഫാരൻഹീറ്റ്? എഫ് അല്ലേ? ആണോ? എഫ് ആണോ? എഫ് മൈനസ് ഫ്രീസിംഗ് പോയിന്റ് എത്ര? വാട്ട് ഈസ് ദ ഫ്രീസിംഗ് പോയിന്റ്?
ആ എഫ് ആണ്. അതിനുശേഷം ഫ്രീസിംഗ് പോയിന്റ് എത്ര? വാട്ട് ഇസ് 32 ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഡിവിഷൻസ് എത്ര? നമ്പർ ഓഫ് ഡിവിഷൻസ് എത്രയാ? 180. നെക്സ്റ്റ് സ്കെയിൽ ഈസിക്കൽ ടു അടുത്ത എന്താണ്? കെൽവിൻ. കെൽവിൻ മൈനസ് എത്രയാണ്? മൈനസ് 273 ഡിവൈഡ് ബൈ 273 ഡിവൈഡ് ബൈ എന്താണ്? ഡിവൈഡ് ബൈ എന്താണ്? 100 ഈസിക്കൽ ടു അടുത്ത സ്കെയിൽ എന്തുവാ? 100. ഓക്കെ, അടുത്ത സ്കെയിൽ നെക്സ്റ്റ് സ്കെയിൽ റാങ്കിൻ. റാങ്കിൻ മൈനസ് റാങ്കിൻ മൈനസ് റാങ്കിൻ മൈനസ് റാങ്കിൻ മൈനസ് 491.67 ഡിവൈഡ് ബൈ 491.62 ഡിവൈഡ് ബൈ 180. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ കൺവേർഷൻ സ്കെയില്. മനസ്സിലായില്ലേ? ഇത് മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടോ പിള്ളേരെ? ഇത് നിങ്ങൾ തെർമോഡൈനാമിക്സ് സബ്ജക്റ്റ് പഠിക്കുമ്പോൾ വേണ്ടി മാത്രമല്ല, നിങ്ങൾ അങ്ങോട്ട് പഠിക്കുമ്പോൾ ഒരു പ്രോബ്ലത്തിനകത്ത് ഏത് ടെമ്പറേച്ചർ സ്കെയിലാണ് തന്നേക്കുന്നത്, നമുക്ക് അതനുസരിച്ച് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാണ് ഇതിൻ്റെ ബേസ്. മനസ്സിലായി? ഈ ഫോർമുല, ഈ ഒരു കൺവേർഷൻ ഫോർമുല മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടോ? ഈ ഒരു കൺവേർഷൻ ഫോർമുല മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ എന്നോട് ഇപ്പം തന്നെ ചോദിച്ചു വേണം. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ചോദിച്ചു വേണം. ഈ ഒരു കൺവേർഷൻ ഫോർമുല മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ട്? അപ്പം നിങ്ങൾ എക്സാമ്പിളായിട്ട് ഞാൻ പറയാം, എനിക്ക് സെൽഷ്യസിനെ കെൽവിനിലോട്ടാക്കണം, എനിക്ക് സെൽഷ്യസിനെ കെൽവിനിലോട്ടാക്കണം. അപ്പം നിങ്ങൾ ഏത് രണ്ട് വാല്യൂ എടുക്കും? എനിക്ക് സെൽഷ്യസിനെ കെൽവിനിലോട്ട് എടുക്കണം. അപ്പം നിങ്ങൾ ഏത് രണ്ട് വാല്യൂ എടുക്കും? ഫസ്റ്റും തേർഡും എടുക്കും. രണ്ടും എടുത്തേ. സി മൈനസ് 0 ഡിവൈഡ് ബൈ 100 ഈസിക്കൽ ടു കെ ഇസ് കെ മൈനസ് 273 ഡിവൈഡ് ബൈ 100. അപ്പം 100 വെട്ടിപ്പോയി. അപ്പോൾ കെൽവിൻ ഈസിക്കൽ ടു എന്ത് വരും? സി പ്ലസ് 273 വരും. കണ്ടോ? കെൽവിൻ ഈസിക്കൽ ടു സി പ്ലസ്. ഇതല്ലേ നിങ്ങൾ ചെയ്യുന്ന സാധാരണ. സെൽഷ്യസിനെ കെൽവിനിലോട്ടാക്കണം. നമ്മൾ എന്തോ ആഡ് ചെയ്യുന്നത് സെൽഷ്യസിൻ്റെ കൂടെ? വാട്ട് ഈസ് ആഡഡ് ടു സെൽഷ്യസ്? 273 ആഡ് ചെയ്യത്തില്ലേ? ആണോ? യെസ് ഓർ നോ? ഇനി നമുക്ക് അടുത്തൊരു കൺവേർഷൻ ചെയ്യണം. സെൽഷ്യസിനെ ഫാരൻഹീറ്റ് ആക്കണം. എങ്ങനെയാണ് സെൽഷ്യസിനെ ഫാരൻഹീറ്റ് ആക്കുന്നത്? ഏതൊക്കെ എടുക്കണം? സെൽഷ്യസിനെ ഫാരൻഹീറ്റ് ആക്കണമെങ്കിൽ ഏതൊക്കെ എടുക്കണം? ഹൗ വി ക്യാൻ കൺവേർട്ട് സെൽഷ്യസ് സ്കെയിൽ ടു ഫാരൻഹീറ്റ് സ്കെയിൽ? ഏതൊക്കെ എടുക്കണ്ടേ? പോയോ? തരം പറഞ്ഞില്ല, വെറുതെ ആയോ? ഫസ്റ്റ് സെക്കൻഡ് എടുത്ത് സി മൈനസ് 0 ഡിവൈഡ് ബൈ 100 ഈസിക്കൽ ടു എഫ് മൈനസ് 32 ഡിവൈഡ് ബൈ 180. അപ്പോൾ ചെയ്ത് ഈ 0 വെട്ടിപ്പോകുന്നു അല്ലേ? അപ്പോൾ സി ബൈ 10 ഈസിക്കൽ ടു എഫ് മൈനസ് 32 ഡിവൈഡ് ബൈ 18 ആണോ? ഇനി ഒന്ന് സിംപ്ലിഫൈ ചെയ്തേ. സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേന് ഇതിനെ ഞാൻ വെട്ടുന്നു. അപ്പോൾ 2 വെച്ച് വെട്ടുമ്പോൾ 5 വരും. ഇവിടെ 2 വെച്ച് വെട്ടുമ്പോൾ 9 വരും. ആണോ? അപ്പോൾ നമുക്ക് ഈ 9 ഞാൻ ഇങ്ങോട്ട് കൊടുക്കുന്നു. അപ്പോൾ എന്ത് വരും? 9/5c. 9/5c ഈസിക്കൽ ടു എഫ് മൈനസ് 32. അപ്പോൾ എഫ് ഈസിക്കൽ ടു 9/5c പ്ലസ് 32. അപ്പം സെൽഷ്യസിനെ ഫാരൻഹീറ്റായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഫോർമുല എന്തുവാ? സെൽഷ്യസിനെ ഫാരൻഹീറ്റായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഫോർമുല എന്തുവാ? എന്താണ്? എഫ് ഇസിക്കൽ ടു
9/5C+30. ആ അപ്പോൾ നിങ്ങളുടെ PK നാഗ് എടുത്താലും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ? ഈ ഫൈനൽ ഫോർമുല മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഈ ഫൈനൽ ഫോർമുല മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? പക്ഷേ ഈ ഫൈനൽ ഫോർമുല നമ്മൾ ബൈഹേർട്ട് ചെയ്ത് വെക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ ഇത് ഇങ്ങനെ പറഞ്ഞു തന്നത്. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഒരു കൺവേർഷൻ കൂടെ നോക്കാം. റാങ്കിനെ ഫാരൻഹീറ്റായിട്ട് കൺവേർട്ട് ചെയ്യണം. എന്ത് ചെയ്യും? റാങ്കിനെ ഫാരൻഹീറ്റായിട്ട് കൺവേർട്ട് ചെയ്യണം. എന്ത് ചെയ്യും? എന്ത് ചെയ്യും? റാങ്കിൻ സ്കെയിലിനെ ഫാരൻഹീറ്റ് സ്കെയിലിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഏതൊക്കെ എടുക്കണം? പറഞ്ഞേ. രണ്ടാമത്തത് നാലാമത്തത്. റാങ്കിനെ ഇപ്പോൾ രണ്ടാമത്തെ വെച്ച് കഴിഞ്ഞാൽ എഫ് F-32/180 is R minus 491.67 divided by 180. 180 വെട്ടിപ്പോകുന്നു അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? One second. വൺ നോട്ട് ഓഫായിപ്പോയി. ഒന്ന് ഓക്കെ, നമ്മളെവിടെ പറഞ്ഞു നിർത്തിയേ? Kelvin to Fahrenheit. ഓക്കെ, റാങ്കിങ് ടു ഫാരൻഹീറ്റ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് F-32 R minus 491.67 കിട്ടും. അപ്പോൾ റാങ്കിൻ എന്ത് കിട്ടും? F-32 plus 491.67. ഇങ്ങനെ കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? R എന്ത് കിട്ടും? ഫൈനൽ ആൻസർ മൈനസ് ആണോ? F+459.67 കിട്ടും. കണ്ടോ? ഇതുപോലെ നിങ്ങൾക്ക് ഏത് ടെമ്പറേച്ചർ സ്കെയിലുകൾ തമ്മിൽ കണക്ട് ചെയ്തിട്ടും എങ്ങനെയുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊടുത്തേക്കുന്ന ഫൈനൽ ഫോമിൽ നിങ്ങൾ ആരും ബൈഹേർട്ട് ചെയ്യേണ്ട. നിങ്ങൾ എന്ത് മാത്രം പഠിച്ചാൽ മതി? എന്ത് മാത്രം പഠിച്ചാൽ മതി? എന്ത് മാത്രം പഠിച്ചാൽ മതി? നമ്മുടെ ടെമ്പറേച്ചർ സ്കെയിൽ കൺവേർഷൻ ഫോർമുല മാത്രം പഠിച്ചാൽ മതി. കൺവേർഷൻ ഫോർമുലയുടെ ഷോർട്ട് കട്ട് എന്താണ്? കൺവേർഷൻ ഫോർമുലയുടെ ഷോർട്ട് കട്ട് എന്താണ്? സ്കെയിൽ മൈനസ് ഫ്രീസിംഗ് പോയിന്റ് ബൈ നമ്പർ ഓഫ് ഡിവിഷൻസ്. ഈ ഫോമിലൊന്നും ടെക്സ്റ്റ് ബുക്കിനകത്തില്ല കേട്ടോ. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് എൻ്റെ ലാംഗ്വേജിൽ നിങ്ങൾക്ക് തന്ന ഒരു ഇൻപുട്ടാണ്. സ്കെയിൽ മൈനസ് ഫ്രീസിംഗ് പോയിന്റ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഡിവിഷൻസ്. ഇങ്ങനെ ഒന്നും ഒരു ടെക്സ്റ്റ് ബുക്കിനകത്തും കാണത്തില്ല. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് എളുപ്പമാകാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയൊരു ഷോർട്ട് കട്ടാണ്. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിനകത്ത് നമ്മുടെ ഫൈനൽ ഫോർമുല K C + 273, R F+459.67, അല്ലെങ്കിൽ എന്താ പറയുന്നത് F 9/5C+, അങ്ങനെ ഒരു ഫോർമുല മാത്രമേ കിടപ്പുള്ളൂ. അപ്പോൾ ആ ഫോർമുല മാത്രമേ കിടപ്പുള്ളൂ. അതുകൊണ്ട് നമ്മൾ
പഠിക്കുന്ന ഫോമിൽ അതല്ല, നമ്മൾ പഠിക്കുന്ന ജനറൽ കൺവേർഷൻ ഫോമിനെ പഠിക്കുന്നു. അതിനകത്ത് നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് നമ്മൾ ചെയ്യുന്നു. അപ്പം നമുക്കിനി 5 മിനിറ്റ് കൂടെ ഉള്ളൂ. അപ്പോൾ 5 മിനിറ്റ് കൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ചെറിയ ടോപ്പിക് കൂടെ പറഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നാളത്തെ ഒരു ക്ലാസ് കൊണ്ട് കൂടി നമ്മുടെ മൊഡ്യൂൾ 1 ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പോൾ നമുക്കൊരു ചെറിയൊരു കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ഫിനിഷ് ചെയ്യാം. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, നമ്മൾ കുറേ ടൈപ്പ് തെർമോമീറ്റർ പഠിച്ചു. കോൺസ്റ്റൻറ്റ് വോളിയം ഗ്യാസ് തെർമോമീറ്റർ പഠിച്ചു, കോൺസ്റ്റൻറ്റ് പ്രഷർ ഗ്യാസ് തെർമോമീറ്റർ പഠിച്ചു, റെസിസ്റ്റൻസ് തെർമോമീറ്റർ പഠിച്ചു, തെർമോ കപ്പിൾ പഠിച്ചു. അപ്പം നമുക്ക് ആദ്യമേ അതിനകത്ത് എല്ലാം പഠിക്കണം. പക്ഷേ ഇച്ചിരി 5 മിനിറ്റ് സമയമുള്ളൂ. ആ 5 മിനിറ്റ് സമയമുള്ളിൽ പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നത് നമുക്ക് പഠിക്കാം. ഫസ്റ്റിൽ നമ്മൾ റെസിസ്റ്റൻസ് തെർമോമീറ്ററാണ് പഠിക്കാൻ വന്നത്. റെസിസ്റ്റൻസ് തെർമോമീറ്റർ തെർമോമെട്രിക് പ്രോപ്പർട്ടി എന്തുവാ? വാട്ട് ഈസ് തെർമോമെട്രിക് പ്രോപ്പർട്ടി? എന്താണ് തെർമോമെട്രിക് പ്രോപ്പർട്ടി? എന്താണ്? റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്, നിങ്ങൾ വീസ്റ്റൺ ബ്രിഡ്ജ് കണ്ടിട്ടില്ലേ? വീസ്റ്റൺ ബ്രിഡ്ജ് കണ്ടിട്ടില്ലേ? നിങ്ങൾ പ്ലസ് 2 പഠിച്ചില്ലേ വീസ്റ്റൺ ബ്രിഡ്ജ്? ഓക്കെ, വീസ്റ്റൺ ബ്രിഡ്ജിന്റെ പ്രത്യേകത എന്താ? 4 ആമുണ്ട്. 4 ആമിൽ എന്തുണ്ട്? റെസിസ്റ്റൻസ് കാണും അല്ലേ? 4 ആമ്പിയർ റെസിസ്റ്റൻസ് കാണും. ഇവിടെ നമ്മൾ 3 ആമ്പിയർ റെസിസ്റ്റൻസ് വെക്കുന്നു. 3 ആമ്പിയർ റെസിസ്റ്റൻസ് വെക്കുന്നു. 4ാമത്തെ ആമ്പിൽ നമ്മൾ എന്ത് കൊടുക്കുന്നു അറിയുമോ? നമ്മൾ റെസിസ്റ്റൻസിന് പകരം നമ്മളുടെ എന്താണോ മെഷർ ചെയ്യേണ്ടത്, എന്തിൻ്റെ ടെമ്പറേച്ചറാണോ മെഷർ ചെയ്യേണ്ടത്, അതിൻ്റെ ഒരു കോയിൽ വെക്കുന്നു. ഓക്കെ, അപ്പോൾ അതും റെസിസ്റ്റൻസ് തന്നെയാണ്. ഇതെന്ന് വെച്ചാൽ നമ്മുടെ സാമ്പിൾ വൂസ് ടെമ്പറേച്ചർ ടു ബി മെഷേർഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ ഒരു കോയിലിനകത്ത് നമ്മൾ ഡിപ്പ് ചെയ്ത് വെക്കുന്നത് എവിടുത്തെ ടെമ്പറേച്ചറാണോ മെഷർ ചെയ്യേണ്ടത് ആ ടെമ്പറേച്ചറിലോട്ട് നമ്മൾ ആ ഒരു സാമ്പിളിലോട്ട് ഡിപ്പ് ചെയ്ത് വെക്കുന്നത്. ഇത് നമ്മുടെ സാധാരണ വീസ്റ്റൺ ബ്രിഡ്ജ് പോലെ തന്നെയാണ്. ഓക്കെ ആണല്ലോ? അപ്പം നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, റെസിസ്റ്റൻസ് തെർമോമീറ്ററിനകത്ത് നമ്മുടെ ഏത് വയറിൻ്റെ റെസിസ്റ്റൻസ് ആണ് ചേഞ്ച് ചെയ്യുന്നത്? നമ്മുടെ ഈ ഒരു സാമ്പിൾ നമ്മൾ വെക്കുന്ന സാമ്പിളിൻ്റെ ടെമ്പറേച്ചർ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഈ റെസിസ്റ്റൻസ് എന്തായിരിക്കും? ഈ ഒരു സാമ്പിളിൻ്റെ ടെമ്പറേച്ചർ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഈ റെസിസ്റ്റൻസ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഈ ഒരു സാമ്പിളിൽ ടെമ്പറേച്ചർ കുറവാണെങ്കിൽ റെസിസ്റ്റൻസ് എന്തായിരിക്കും? കുറവായിരിക്കും. ആണോ? അപ്പം നമുക്ക് ഈ ഒരു റെസിസ്റ്റൻസിൻ്റെ ഈ ഒരു സാമ്പിളിൻ്റെ ടെമ്പറേച്ചറിനെ ബേസ് ചെയ്ത് ഈ R കണ്ടുപിടിക്കേണ്ട ഫോർമുലയുണ്ട്. R = R0 × 1 + AT + BT². ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? ഇപ്പം R0 എന്ന് പറയുന്നത് എന്താണ്? R0 is the resistance of the platinum. നമ്മൾ ഈ ഒരു സംഭവത്തിന് യൂസ് ചെയ്യുന്ന വയറിൻ്റെ റെസിസ്റ്റൻസ് ആണ് R0. പിന്നെ എയും ബി എന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ഇൻ ടേംസ് ഓഫ് ദാറ്റ് റെസിസ്റ്റൻസ് നമുക്ക് ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ പറ്റും.
അതാണ് റെസിസ്റ്റൻറ്റ് തെർമോമീറ്റർ സംഭവിക്കുന്നത്. അപ്പോൾ റെസിസ്റ്റൻറ്റ് തെർമോമീറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത് വീസ്റ്റൺ ബ്രിഡ്ജാണ്. വീസ്റ്റൺ ബ്രിഡ്ജിനകത്ത് ഇവിടെ നമ്മൾ ചെയ്യുന്ന മോഡിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റെസിസ്റ്റൻസിനെ മാറ്റിയിട്ട് ഒരു കോയിൽ വെക്കും. ആ കോയിൽ നമ്മുടെ ഏത് സാമ്പിളിൻ്റെ ടെമ്പറേച്ചറാണ് മെഷർ ചെയ്യേണ്ടത് അതിനകത്തൊരു ഡിപ്പ് ചെയ്ത് വെക്കും. അപ്പോൾ ആ സാമ്പിൾ ടെമ്പറേച്ചർ, ഇഫ് ദ ടെമ്പറേച്ചർ ഓഫ് ദ സാമ്പിൾ ഈസ് ഹൈ, ദ റെസിസ്റ്റൻസ് ഓഫ് ദി കോയിൽ വിൽ ബി ഹൈ ആൻഡ് ഗാൽവനോമീറ്ററിനകത്ത് കാണിക്കുന്ന റീഡിങ് കുറവായിരിക്കും. ഗാൽവനോമീറ്ററിനകത്ത് എന്തോ കാണിക്കുന്നത്? ഗാൽവനോമീറ്ററിനകത്ത് എന്തോ കാണിക്കുന്നത്? എന്താ കാണിക്കുന്നത്? കറണ്ട് അല്ലേ കാണിക്കുന്നത്? ഗാൽവനോമീറ്റർ എന്താ കാണിക്കുന്നത്? ഗാൽവനോമീറ്ററിൽ ഡയറക്ഷൻ അല്ലേ കാണിക്കുന്നത്? ഗാൽവനോമീറ്റർ നമുക്ക് കറണ്ട് കാണിക്കത്തില്ലേ? കറണ്ട് കാണിക്കുന്നത് അമ്മീറ്ററിലാണ്. ഗാൽവനോമീറ്ററിൽ മറ്റേ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ആണ് കാണിക്കുന്നത്. ഒരു സെക്കൻഡ്.